ലോഹ പരാമർശത്തിൽ ബി.ജെ.പി. വയനാട് ജില്ലാ പ്രസിഡന്റിനെ നീക്കി. ജില്ലാ പ്രസിഡന്റ് കെ.പി. മധുവിനെതിരെയാണ് നടപടി. പുൽപ്പള്ളി സംഘർഷത്തിന് കാരണം ലോഹയിട്ട ചിലരാണെന്ന് കെ.പി. മധു ആരോപിച്ചിരുന്നു. വിശദാംശങ്ങൾ അനൂപ് നൽകും വയനാട്ടിൽ നിന്നും. അനൂപ്, ഇത്തരത്തിലൊരു വിവാദ പരാമർശമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കെ.പി. മധുവിനെതിരെ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കുറുവയിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിനെ തുടർന്ന് വലിയ രീതിയിൽ സംഘർഷം പുൽപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. ഈ സംഘർഷത്തിൽ വനംവകുപ്പിനും അതോടൊപ്പം തന്നെ പോലീസ് ജീപ്പിനുമെല്ലാം വനംവകുപ്പിന്റെ വാഹനത്തിനും പോലീസ് ജീപ്പിനുമെല്ലാം ഈ രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന ചില ആക്രമണം അഴിച്ചുവിട്ടിരുന്നതിന് നേരെ. അതിനെ തുടർന്നാണ് ചില കേസുകൾ ഇത് സംബന്ധിച്ച് പോലീസ് എടുത്തത്. ഈ കേസുകൾ സംബന്ധിച്ചുള്ള വാർത്താ സമ്മേളനത്തിലാണ് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് കെ.പി. മധു ഇക്കാര്യം സംബന്ധിച്ച് ഒരു വിവാദ പരാമർശം നടത്തിയത്. ലോഹയിട്ട ചിലരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും അവരുടെ ആക്രോശങ്ങൾക്ക് വിധേയമായാണ് പിന്നീട് ചിലർ ഇത്തരത്തിൽ വലിയ ആക്രമണ സംഭവങ്ങളിലേക്ക് പോയതെന്നും എന്നാൽ അവർക്കെതിരെ കേസെടുത്തില്ലെന്നും തങ്ങളുടെ ചില ആളുകൾക്കെതിരെ മാത്രമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ കേസുകൾ എടുത്തു തുടങ്ങിയതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അതിൽ ലോഹയിട്ടവർ എന്നുള്ളൊരു പരാമർശമായിരുന്നു വലിയ വിവാദമായത്. ഈ പരാമർശത്തിൽ അന്ന് തന്നെ വലിയൊരു അതൃപ്തി സഭയുടെയും മറ്റു ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഏതായാലും അത്തരം സമ്മർദ്ദങ്ങളോടുകൂടി ഭാഗമായാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. പരാമർശത്തിനെതിരെ അന്ന് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പെരുന്നടവും രംഗത്തെത്തിയിരുന്നു. അവരുടെ നിലപാട് അവർക്ക് എടുക്കാമെന്നും സഭയ്ക്ക് സഭയുടെ നിലപാടുണ്ടെന്നും പ്രാദേശിക നേതാവിന്റെ വാക്കിന് ആ വിലയെ നൽകുന്നു എന്നുമായിരുന്നു ബിഷപ്പിന്റെ ആ ഘട്ടത്തിലുള്ള പ്രതികരണം. പരാമർശം വിവാദമായതോടെ ലോഹയിട്ട ചിലരാണ് പുൽപ്പള്ളി സംഘർഷത്തിന് ആഹ്വാനം ചെയ്തതെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് കെ.പി. മധു ആ ഘട്ടത്തിൽ വിശദീകരിച്ചിരുന്നു. വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കെ.പി. മധുവിനെ സംസ്ഥാന നേതൃത്വം വിളിപ്പിക്കുകയും ഈ പരാമർശത്തിൽ വിശദീകരണവും ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് കെ.പി. മധുവിനെതിരെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തിരിക്കുന്നത്. മധുവിനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു. ജില്ലാ സെക്രട്ടറി പ്രശാന്ത് മലവയിലാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. അനൂപ്, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അടിസ്ഥാനപരമായി ഒരു വസ്തുതയുമില്ലാത്ത ആരോപണമാണ് കെ.പി. മധുവിന്റെ ഭാഗത്ത് ഉണ്ടായതെന്ന് വേണ്ടേ ഈ ഒരു നടപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ? കാരണം ഇത്തരത്തിലൊരു വിഭാഗത്തെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പരാമർശം നീളുന്ന സാഹചര്യം. ഈ സംഘർഷ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ അന്ന് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേർക്കെതിരെയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ക്രിമിനൽ സംഭവം എന്ന രീതിയിൽ കേസുകൾ ആദ്യഘട്ടത്തിൽ എടുത്തതാണ്. ഈ വനംവകുപ്പിന്റെ വാഹനവും അതോടൊപ്പം തന്നെ പോലീസ് ജീപ്പിനെ ആക്രമിച്ച സംഭവത്തിൽ ചിലർക്കെതിരെ ശക്തമായ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. ആ ഘട്ടത്തിലായിരുന്നു ഒരു അനാവശ്യ പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ലോഹയിട്ടവരാണ് ഈ ആക്രമണത്തിൽ പ്രേരിപ്പിച്ചെന്ന ഒരു തരത്തിൽ ആ രീതിയിൽ ഒരു പരാമർശമായിരുന്നു അദ്ദേഹം നടത്തിയത്. എന്നാൽ അപ്പോൾ തന്നെ ഈ പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണവും പ്രതിഷേധവും എല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാനന്തവാടി രൂപതാ ബിഷപ്പ് തന്നെ നേരിട്ട് ഈ പരാമർശത്തിനെതിരെ പ്രതികരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഏതായാലും ആ സമ്മർദ്ദത്തിന്റെ കൂടി ഫലമായി വേണം ഇത്തരത്തിലുള്ള നടപടി എന്നാണ് മനസ്സിലാക്കുക. ശരി, അനൂപ് കെയർ ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.